1.5 വർഷം കാലയളവാണ് ഇനി ബാക്കിയുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്. അപ്പീലടക്കമുള്ള കാര്യങ്ങൾ നിയമവശം സ്വാഭാവികമായും സജി ചെറിയാന്റെ മുന്നിലുണ്ട്. അതിലേക്കൊക്കെ കിടന്ന് കാരണം ഒരു സമയപരിധി നിശ്ചയിക്കാത്തത് ഒരു ലൂപ്പ് ഹോളായി ഉപയോഗിക്കുമോ? ആര്യ, അതൊന്നും ഒരു ലൂപ്പ് ഹോളായി ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥരെ അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇതിലെ ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി പോലീസിനൊരു അന്തിമമായ തീർപ്പിലേക്ക് എത്താം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആര്യ നേരത്തെ പലവട്ടം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് പോയില്ല എന്ന കാര്യം. കേസിന്റെ മെറിറ്റിലേക്ക് പോയി തന്നെയാണ് കോടതി ഈ ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് കണ്ടെത്തിയത് ആ കേസ് ഡയറി മുഴുവനായും കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ച ശേഷമാണ്. അത്തരത്തിലൊരു വാദം സജി ചെറിയാൻ ഉണ്ട് എങ്കിൽ അത് തെറ്റാണ്. കോടതി ആ മുഴുവൻ രേഖകളും വിളിച്ചു വരുത്തി ഈ കേസിന്റെ എല്ലാ സാക്ഷിമൊഴികളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത് ആ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ മാത്രം മൊഴികളാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിക്കാതെയാണ് ഇതിൽ ഒരു തീർപ്പിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നത്. ഈ തീർപ്പ് എന്ന് പറയുന്നത് ഭരണഘടനയെ അവഹേളിക്കാനുള്ള ഒരു ഉദ്ദേശം നിരത്തുന്നുണ്ടല്ലോ കുറെ വിമർശനങ്ങൾ. അതിലിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പ്രസംഗം നടക്കവേ മല്ലപ്പള്ളിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകരുടെ മൊഴികൾ എടുത്തില്ലെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തുനിന്നില്ല എന്ന് പറയുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ആ വേദിയിലിരുന്ന പാർട്ടി പ്രവർത്തകരുടെ മാത്രം സാക്ഷിമൊഴി എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ വീഴ്ചകൾ സംഭവിച്ചു എന്ന് കോടതി ചോദിച്ചില്ലേ? എന്തുകൊണ്ട് ഈ വീഴ്ചകൾ സംഭവിച്ചു എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷേ ആ വീഴ്ചകൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇനി ആ വീഴ്ചകൾ പരിഹരിക്കേണ്ടത് ബന്ധപ്പെട്ട സർക്കാരാണ്. ഇവിടെ സജി ചെറിയാൻ എന്റെ ഭാഗം കേട്ടില്ല എന്ന് പറയുന്നു. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സർക്കാരാണ് എതിർകക്ഷി. സർക്കാർ ആണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സർക്കാർ പോലീസ് സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അവിടെ സർക്കാരിനും പോലീസിനും പറയാനുള്ളത് കോടതി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുത്തൽ നടപടിയിലേക്ക് കോടതി പോയതിൽ യാതൊരുവിധ തെറ്റും പറയാൻ കഴിയില്ല. കാരണം കോടതിക്ക് മുന്നിൽ വന്ന തെളിവുകൾ അതേമാതിരിയുള്ള തെളിവുകളാണ് വന്നത്. ഇവിടെ കൃത്യമായ പരിശോധന നടന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെടുന്ന രേഖകൾ കോടതിക്ക് മുന്നിലേക്ക് വന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ഒരു രേഖ അയച്ച ശേഷം ആ ഫോറൻസിക് പരിശോധനയുടെ ഫലം എന്താണെന്ന് കാത്തിരിക്കാതെ ഓടിപ്പിടിച്ചൊരു റിപ്പോർട്ടുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലെത്തി സജി ചെറിയാൻ കുറ്റവിമുക്തനാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അതിനെ എന്ത് തരം അന്വേഷണമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും? അത് തന്നെയാണ് കോടതി ഇവിടെ ചോദിച്ചത്. ഇവിടെ നേരത്തെ ആര്യ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സജി ചെറിയാൻ മന്ത്രിയായി തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നത്. അല്പം മുമ്പ് സജി ചെറിയാൻ പറഞ്ഞത് അതിലൊരു ധാർമ്മിക പ്രശ്നം ഇല്ല എന്നതാണ്. എങ്കിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തിന് അദ്ദേഹം രാജിവെച്ചു? ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം മാറി നിന്നത് ആ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ്. അന്വേഷിച്ച് താൻ സജി ചെറിയാനെ അതായത് അന്നുണ്ടായതിനേക്കാൾ ആ 2022 ജൂലൈ 3-നുള്ള ആ പ്രസംഗം കഴിഞ്ഞുള്ള സ്ഥിതിയേക്കാൾ ഗുരുതരമല്ലേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്? ഇന്ന് ഹൈക്കോടതി പറയുകയാണ് അനാദരവുണ്ട് ആ പ്രസംഗത്തിൽ, ഭരണഘടനയോടുള്ള കൃത്യമായ അനാദരവുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഭരണഘടനയെ വിമർശിച്ചു, അതിൽ അനാദരവുണ്ട്, ആ പ്രസംഗത്തിന്റെ ഔചിത്യക്കുറവ് അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ആ അന്വേഷണം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും അതിനുള്ള ഉത്തരം കൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാകുന്നത് ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ടാണ്. നേരത്തെ ഈ പ്രസംഗം മാത്രമായിരുന്നു ഒരു വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നതെങ്കിൽ അന്വേഷണം നടത്തി അന്വേഷണത്തിലൂടെ ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുത്ത് കുറ്റവിമുക്തനാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി തിരിച്ച് മന്ത്രിസഭയിലെടുത്തു. ആ നടപടികൾ മുഴുവൻ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. കാരണം കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ എല്ലാ തെളിവുകളും പരിശോധിക്കാതെ സജി ചെറിയാൻ കുറ്റമുക്തനാണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുമായി ചെല്ലുന്നു. ഭരണഘടനയെ അവഹേളിക്കുക എന്ന ഉദ്ദേശമേ സജി ചെറിയാൻ ഇല്ലായിരുന്നു എന്ന് പറയുക. അതിനുശേഷം ആ റിപ്പോർട്ട് ആ മജിസ്ട്രേറ്റ് അതേപടി അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ മജിസ്ട്രേറ്റിന്റെ നടപടിയും തെറ്റാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കാരണം ഒരു പോലീസ് കൊണ്ടുവരുന്ന അന്വേഷണ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച് ഈ കേസ് നടപടികൾ അവസാനിപ്പിക്കുകയല്ല ഒരു മജിസ്ട്രേറ്റ് കോടതി ചെയ്യേണ്ടത്. മജിസ്ട്രേറ്റ് കോടതിക്ക് ആ റിപ്പോർട്ടിൽ നിയമപരമായും തെളിവുകളും എല്ലാം കൃത്യമായി പരിശോധിച്ചിട്ട്
അതിൽ കൃത്യമായി അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള എല്ലാ അവകാശവുമുള്ള ഒരു കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ വിപുലമായ അധികാരങ്ങളുണ്ട്. കാരണം ഒരു അന്വേഷണത്തിൽ ഇടപെടുകയും അതിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ അവകാശമുള്ളതാണ് മജിസ്ട്രേറ്റ് കോടതി. ആ മജിസ്ട്രേറ്റ് കോടതിയും കൃത്യമായും ആ നിയമപരമായ അവരുടെ മുന്നിൽ വന്ന കാര്യങ്ങളിൽ പരിശോധന നടത്തിയിട്ടില്ല എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ആ മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി പോലും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല. പോലീസ് സജി ചെറിയാനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവിലൂടെ. കാരണം അത്രമാത്രം പാളിച്ചകളാണ് ഈ അന്വേഷണത്തിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വളരെ കൃത്യമായും ഇതിൽ എവിടെയൊക്കെയാണ് പാളിച്ച വന്നിരിക്കുന്നത്, ഏത് തരത്തിലാണ് ഇതിൽ അന്വേഷണം നടന്നത്, എന്തൊക്കെ വീഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവിച്ചു, ഇതെല്ലാം കൃത്യമായി ആ ഉത്തരവിൽ ഇപ്പോൾ സ്വാഭാവികമായും എണ്ണി ഏതൊക്കെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ വീഴ്ചകളൊക്കെ പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഫോറൻസിക് പരിശോധന ഫലം എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ ആ പ്രസംഗത്തിന്റെ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വേദിയിൽ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ മൊഴികൾ എടുക്കേണ്ടതുണ്ട്, മാധ്യമപ്രവർത്തകരുടെ മൊഴികൾ എടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത് സമയമെടുക്കുന്ന പ്രക്രിയയാണ്.